ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിത് ഒരു നൈറ്റിയുടെ സ്ലീവാണ് ഇത്. അതിന് ജോയിൻ്റ് ഉണ്ട്. അപ്പോൾ ആ ജോയിൻ്റ് എങ്ങനെ ചെയ്യണമെന്നുള്ളത് കാണിക്കാമെന്ന് വിചാരിച്ചാണ് അത്. ഞാനതിൻ്റെ സ്റ്റിച്ചിങ് ഇങ്ങനെ ഒരു ഇതായിട്ടാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ജോയിൻ്റ് അടിഭാഗത്തായിട്ട് ഇപ്പോൾ കോണായിട്ട് ഉള്ള ഭാഗം നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ഇതിങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് വരേണ്ടത്. നമുക്ക് ഇങ്ങനെ ജോയിൻ്റ് ചെയ്തിരിക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ തുമ്പ് വന്ന ഭാഗം എൽ ഷേപ്പിലാണ് വന്നത്. അപ്പോൾ ആ എൽ ഷേപ്പിലുള്ളത് നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ്. അറിയാൻ പാടില്ലാത്തവർക്ക് അത് ചെയ്യാമല്ലോ. എങ്ങനെയെന്ന് കണ്ട ഇങ്ങനെയാണ് ഈ രണ്ട് കൈയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒരു കൈയുടെ രണ്ട് സൈഡിലാണ് ഇതിൻ്റെ ജോയിൻ്റ് വന്നത് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് വന്നത്. അപ്പോൾ ഈ ഭാഗം നമുക്ക് സൂചി കുത്തി നിർത്തിയിട്ട് സ്റ്റിച്ച് ചെയ്യണം. കാണിച്ചു തരാം അതെങ്ങനെയാണ്. ആദ്യം തന്നെ നമുക്ക് ഇത് നിവർത്തിയിടാം. എൽ ഷേപ്പിലാണ് ഇതിൻ്റെ ജോയിൻ്റ് വന്നത് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ജോയിൻ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കൈ നിവർത്തിയിടാം. മടങ്ങിയിരിക്കുകയാണല്ലോ അത്. ഇത് നിവർത്തിയിട്ടിട്ട് നമുക്ക് ആദ്യം ഈ പീസ് എടുത്തിട്ട് അകമ്പുറം മാറിപ്പോവാതെ നോക്കണം കേട്ടോ ആദ്യം തന്നെ. അതാണ് ഞാൻ നോക്കിയത്. നമുക്ക് ആദ്യം തന്നെ ഇത് ഇവിടെ വരെ ഒരടിപ്പടിക്കാം. കറക്റ്റായിട്ട് തയ്യൽ തുമ്പ് വച്ചിട്ട് ആദ്യം തന്നെ സ്റ്റിച്ച് ഇവിടെ നിന്ന് ഇവിടം വരെ അടിയിലെ നൂല് തീർന്നു പോയിട്ടാ. അതൊന്ന് എടുത്തിട്ടിട്ട് നമ്മൾ ചില സമയത്ത് തയ്ച്ചതിന് നൂലെന്തോ പൊട്ടിപ്പോയതാണ് അടിഭാഗത്ത്. ചിലർക്ക് ഇങ്ങനെയുള്ള ജോയിൻ്റുകളൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് അറിയാൻ പാടില്ലാത്തവർക്ക് ഒരു ഉപകാരമായിരിക്കുമല്ലോ നമുക്കിതൊന്ന് കാണിച്ചാൽ. ആദ്യം തന്നെ 4 ഇഞ്ച് തയ്യൽ തുമ്പ് മതി കേട്ടോ. അല്ലെങ്കിൽ അവിടെ ചുളുക്ക് ഒരുപാട് വരും. എങ്ങനെ ചെയ്താലും ഒരു ചെറിയൊരു ബൾജിങ് പോലെ ഈ ഭാഗത്ത് ഉണ്ടാവും. നമ്മൾ ഈ എൽ ഷേപ്പിലുള്ള ചെയ്യണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിർത്താം. സൂചി ആ ഭാഗത്ത് ഇങ്ങനെ കുത്തി നിർത്തണം. എന്നിട്ട് പ്രസ്സറിട്ട് പൊക്കി പിടിച്ചിട്ട് നമുക്ക് ആ പീസ് നേരെ തിരിച്ചു കൊടുക്കാം. വേണ്ട ഇതിങ്ങനെ ഇരിക്കണം പീസ്. ഇപ്പോൾ നമ്മൾ നേരെ തിരിച്ചെടുക്കട്ടെ. ഇനി നമുക്ക് ഇതിൽ നേരെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് വേണേലും നിവർത്തി വെക്കാതെ. കണ്ട നമുക്കൊന്നവിടെ ഒന്നങ്ങോട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ ചെറിയ ചുളുക്കൊക്കെ ഉണ്ടെങ്കിൽ നിവർന്നിരുന്നു. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റണേ നല്ല കറക്റ്റായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. എൻ്റെ സ്റ്റിച്ചിങ് ആ മൂലഭാഗമൊക്കെ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ജോയിൻ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ അറിയില്ല കേട്ടോ. നമുക്ക് പുറത്തു കൂടെ അടിപ്പൊന്നും വരില്ലാത്ത രീതിയിൽ തന്നെ ഇരുന്നുള്ളൂ. ഇനി ഒന്നും കൂടി കാണിച്ചു തരാം. ഈ ഭാഗവും കൂടി ഒന്ന് ക്ലിയർ ആയില്ലെങ്കിൽ കാണിച്ചു തരാം കൂടി. ആദ്യം തന്നെ നമുക്ക് ഇതിങ്ങനെ വച്ചിട്ട് ഇതിലടിക്കാം. അടിച്ചിട്ട് ഈ മൂല പോലെ വന്ന ഭാഗത്താണ് നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ സൂചി ഇങ്ങനെ കുത്തി നിർത്താം. അങ്ങനെ എന്നിട്ട് ഈ പ്രസ്സറിട്ട് പൊക്കി പിടിച്ചിട്ട് സൂചി അനക്കരുത് കേട്ടോ. അവിടെ നിന്ന് സൂചി ആ കുത്തി നിർത്തിയ പോലെ തന്നെ ചെയ്തിട്ട് നമ്മുടെ തുണി നേരെ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇങ്ങനെയൊക്കെ ഉള്ള ജോയിൻ്റ് വരുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. എൻ്റെ കമൻ്റ് ഇടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ വേണമെങ്കിൽ ആ മൂലഭാഗത്ത് ചെറിയൊരു കട്ടിങ് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഫിനിഷിങ്ങിൽ നമുക്ക് കാണുമ്പോൾ ഇരുന്നോളുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.